ഇതിൽ പേജ് 44. ഇതിൽ 21 ശ്ലോകം നിശ്ചിത്യ അതിൻ്റെ പണ്ഡിതന്മാരെ പറ്റിയാണ് പറയുന്നത്. നിശ്ചിത്യ പ്രക്രമതയെ നാന്തരവസതി കർമ്മണ അവന്ത്യകാലോ വശ്യാത്മാസ വൈ പണ്ഡിത ഉച്യതയെ. പണ്ഡിതൻ്റെ ലക്ഷണം തന്നെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നിശ്ചിത്യ പ്രക്രമത, യാതൊരാൾ നിശ്ചയിച്ച് ഉറച്ചുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങുന്നുവോ കർമ്മണ അന്തഃ ന വസതി പ്രാരബ്ധസ്യ കർമ്മണോ മധ്യേ എന്ന വിരമതി. കർമ്മങ്ങളുടെ ഇടയ്ക്ക് വസിക്കുക, താമസിക്കില്ല. കർമ്മങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്തലില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ട് പോകും. കർമ്മണ അന്തഃ ന വസതി. അവന്ധ്യകാല വന്ധ്യമായ കാലം. വന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീ എന്നുള്ളതാണ് അർത്ഥം. അവന്ധ്യ കാല, അതായത് വൃഥാ ആയിട്ട്, വന്ധ്യ എന്ന് വെച്ചാൽ ഉപയോഗമില്ലാത്തതെന്നർത്ഥം. അപ്പം വൃഥാ ആയിട്ട് വെറുതെ കളയാത്തത് അവന്ധ്യ കാല. കാലം വെറുതെ കളയാത്തയാളാണ്. പിന്നെ ആത്മാവിനെ വശപ്പെടുത്തിയിട്ടുള്ള ആളാണ് സവൈ പണ്ഡിത ഉച്യത. അദ്ദേഹം തന്നെയാണ് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അടിയിലുള്ളത് പൂർവപരകാര്യ സന്ദർഭം ആലോചിച്ച് സമ്യക്ക് നിർണീയ കർത്തവ്യാന്യ ആരഭതയെ. ഒക്കെ മലയാളം തന്നെ വാക്കുകളാണ്, നല്ലോണം വായിച്ചാൽ മനസ്സിലാവും. കർമ്മണോ മധ്യേ എന്ന വിരമതി, വൃഥാ കാലം എന്ന യാപയതി. യാപയതി എന്ന് വെച്ചാൽ കളയുക എന്നർത്ഥം. ജിതേന്ദ്രിയ ച ഭവതി സ പണ്ഡിത ഭവതി. അദ്ദേഹം പണ്ഡിതനാവുന്നു എന്നർത്ഥം. ഇനി ആര്യകർമ്മണി രജ്യന്തയെ ഭൂതി കർമാണി കുറുവതയെ. ആര്യകർമ്മണി രജ്യന്തയെ ഭൂതി കർമാണി കുറുവതയെ ഹിതം ച നാഭ്യസൂയന്തി പണ്ഡിതാ ഭാരതർഷഭ. അദ്ദേഹം ധൃതരാഷ്ട്രരെ വിളിച്ചുകൊണ്ട് അനിയൻ സംബോധന ചെയ്യാണ്. വിദുര ധൃതരാഷ്ട്രോട് പറയുന്നതാണ് ഭാരതർഷഭ. ഭാരത കുലത്തിലെ ഋഷഭനായിട്ടുള്ള ആളെ, ശ്രേഷ്ഠനായിട്ടുള്ളവനെ ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ആര്യകർമ്മണി രജ്യന്തയെ, ആര്യകർമ്മണി രജ്യന്തയെ. രജ്യന്ത എന്ന് പറഞ്ഞാൽ അവർ സന്തോഷമുള്ളവരാവും. അവർ തുഷ്യന്തി എന്നവിടെ കാണാം വാക്ക്. ആര്യകർമ്മണി രജ്യന്തയെ സത്പുരുഷോചിതയെ വിഷയെ. ആര്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം, അവർ നല്ല ശ്രേഷ്ഠന്മാരായുള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം അവർക്ക് താല്പര്യമുണ്ടാവുന്നു. ഭൂതികർമാണി കുറുവന്തയെ. ഭൂതി എന്ന് പറഞ്ഞാൽ ഉത്കർഷം എന്നർത്ഥമാണ്. ഭൂതികർമാണി കുറുവന്തയെ. അപ്പോൾ വലിയ യോഗ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് ഉത്കർഷമുണ്ടാക്കുന്ന കാര്യങ്ങളും, കാരിണി കർമാണി കുറുവന്തി. ഉത്കർഷമുണ്ടാക്കുന്ന ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഈ ഭൂതി ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. ഹിതം നാഭ്യസൂയന്തിച്ച. ഹിതകരം വചനം പുരുഷം ച ന ദുഷന്തിച്ച. ഹിതമായതും പ്രിയമായതുണ്ട്. പ്രിയം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വെറുതെ പൊക്കിയിട്ട് പറയാം. ഹിതമായെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയത് മാത്രം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തരുന്ന ആളുകളെയും ഹിതം നാഭ്യസൂയന്തി, അവരോട് അസൂയ ഉണ്ടാവുന്നില്ല ഇവർക്ക്. ഹിതമായിട്ട് പറഞ്ഞു തരുന്ന വാക്കുകളും അത് പറഞ്ഞു തരുന്ന ആളുകളെയും ഇവരൊരിക്കലും ദ്വേഷിക്കില്ല. എന്ന് അവരോടൊരു വിരോധം ഇവർ കാണിക്കില്ല. ആര്? പണ്ഡിതന്മാരെന്നർത്ഥം. ഇനി നഹൃഷ്യത്തി ആത്മസമ്മാനേ നാവമാനേന തപ്യത് ഗാംഗോ ഹൃദ ഗാംഗോഹൃദ ഇവ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ദീർഘം വേണം. ആണ് ഇവ അക്ഷോഭ്യ എന്നാണ്. ഗാംഗോഹൃദ ഇവ ആക്ഷോഭ്യ യ സ പണ്ഡിത ഉച്യത എന്നാണ് ശ്ലോകം. ഇവിടെ ഇവരൊരു വരയൊക്കെ ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പല സംശയങ്ങൾ വരും. രണ്ടാമത്തെ വരിയിൽ ഇവ എന്ന് കഴിഞ്ഞിട്ട്
ആ 32-ാമത്തെ ശ്ലോകം 2-32 എന്ന് കാണാറുണ്ട്. ഇതിങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഇവർ എടുത്തിട്ടുള്ള ശ്ലോകങ്ങളാണ്. 1:32, 2:32, 2:32 എന്താ പോട്ടെ, അല്ല ഇതിലുള്ള പറഞ്ഞാൽ മതിയല്ലോ. ന ഹൃഷ്യത്തി ആത്മസമ്മാനേ നാവമാനേന തപ്യത് ഗാഗോഹൃത ഇവ ആക്ഷോഭ്യോ യസ പണ്ഡിത ഉച്യതേ. യ അതിൻ്റെ അന്വയപ്രകാരത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ യ ആത്മസമ്മാനേ ന ഹൃഷ്യതി, യാതൊരാൾ ആത്മസമ്മാനത്തിൽ സന്തോഷിക്കില്ല. തന്നെ ആരെങ്കിലും ആദരിക്കാൻ വരികയാണ്, തന്നെ ആരെങ്കിലും നല്ലവണ്ണം മാനിക്കാൻ വരികയാണെങ്കിൽ ഇയാൾ വലിയ സന്തോഷമൊന്നും കാണിക്കില്ല. അവമാനേന എന്ന തപ്യത, ആരെയും വന്നിട്ട് ഇയാളെ ഇൻസൾട്ട് ചെയ്ത് കാണിച്ചാൽ തിരസ്കാരേണ എന്ന സന്തപ്തോ ഭവതി, തന്നെ ചെറുതായി ഒന്ന് അവമാനിച്ചു, നല്ലോണം അവമാനിച്ചു വെച്ചാൽ അയാൾക്കൊരു ദുഃഖമൊന്നും ഉണ്ടാവില്ല, സന്താപം ഉണ്ടാവില്ല. എന്ന തപ്യത, അയാൾക്ക് താപമൊന്നും ഉണ്ടാവില്ല, ദുഃഖമൊന്നും ഉണ്ടാവില്ല. ഗാംഗ ഹൃദ ഇവ അക്ഷോഭ്യ, ഗംഗയിലെ കയം പോലെ. ഹൃദ എന്ന് വെച്ചാൽ അഗാധഗർത്തം, കയം എന്നർത്ഥം. ഗാംഗ ഹൃദ ഇവ, ഗംഗാനദിയിലെ കയം പോലെ. അക്ഷോഭ്യ, ഇയാൾ ക്ഷോഭരഹിതനായിരിക്കും. ഒരു എത്ര വെള്ളം എന്ന് പറഞ്ഞാലും അത് എന്താ മറ്റേ തിരമാല പോലെ ഇങ്ങനെ എടുത്തടിക്കില്ല എന്നർത്ഥം. സ പണ്ഡിത ഉച്യത, അദ്ദേഹം പണ്ഡിതനാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾ. പിന്നെ തത്വജ്ഞ സർവഭൂതാനാം യോഗജ്ഞ സർവകർമ്മണാം ഉപായജ്ഞോ മനുഷ്യാണാം നര പണ്ഡിത ഉച്യത, ഒക്കെ ഇങ്ങനെ പണ്ഡിത ഉച്യത എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതൻ്റെ ലക്ഷണം ആയിട്ട് പറയുകയാണ്. സർവഭൂതാനാം തത്വജ്ഞ, സർവഭൂതങ്ങളിൽ 45-ാമത്തെ പേജാണ് ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ ശ്ലോകവും ഇതും. സർവഭൂതാനാം തത്വജ്ഞ, സർവഭൂതങ്ങളുടെയും തത്വം അറിയുന്ന ആളാണ്, യാഥാർത്ഥ്യം അറിയുന്ന ആളാണ്. പിന്നെ സർവകർമ്മണാം യോഗജ്ഞ, എല്ലാ കർമ്മങ്ങളുടെയും യോഗ്യതയെ അറിയുന്ന ആളാണ്. അപ്പം എല്ലാ പ്രാണികളുടെയും യാഥാർത്ഥ്യം അറിഞ്ഞിട്ട് എല്ലാ കർമ്മങ്ങളുടെയും യോഗ്യതയെ മനസ്സിലാക്കിയിട്ട് മനുഷ്യാണാം ഉപായജ്ഞ, മനുഷ്യന്മാരുടെ ഉപായങ്ങൾ, കർമ്മസമീപന മാർഗം, ജാനൻ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഉള്ള ഒരാൾ നര പണ്ഡിത ഉച്യത, അങ്ങനെയുള്ള ഒരാൾ പണ്ഡിതൻ ആണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ പറയാണ്, അടുത്ത ശ്ലോകമാണ് പേജ് 46. പണ്ഡിത വാഗ്മി ഊഹകുശല പ്രതിഭാവാംശ്ച ഭവതി. വാഗ്മിയായിരിക്കണം, ഊഹകുശലനായിരിക്കണം. ഊഹകുശലൻ എന്ന് പറഞ്ഞാൽ ഊഹിക്കുന്നതിന് സമർത്ഥൻ. പ്രതിഭാവാംശ്ച ഭവതി, പ്രതിഭ ഉള്ള ആളും ആവണം, ആവും എന്ന് പറയാം. പ്രവൃത്തവാക് ചിത്രകഥ ഊഹവാൻ പ്രതിഭാനവാൻ ആശു ഗ്രന്ഥസ്യ വക്താച യ സ പണ്ഡിത ഉച്യതേ. യ പ്രവൃത്തവാക്ക് ചിത്രകഥ, യാതൊരു പുരുഷൻ പ്രവൃത്തവാക്കാണോ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമോ, അസ്ഖലിത വചന, വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഇടറി പോവാത്ത ആൾ. സ്ഖലിക്കുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ് വീഴുക എന്നർത്ഥം. വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ പറഞ്ഞ സാധനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാണ്ടൊന്നും ആവില്ല. അസ്ഖലിത വചന, സ്ഖാലിത്യം ഇല്ലാത്ത വചനത്തോടു കൂടിയവനാണ്. ഇടമുറിഞ്ഞ് വീഴാത്ത വാക്ക് മുറിയാണ്ട് പിന്നെയോ ചിത്രകഥ വിചിത്രം ഭാഷണം കുറുവൻ, വളരെ വാക്കുകൾ മുറിയാതെയും വിചിത്രമായിട്ടും സംഭാഷണം ചെയ്തിട്ട് ഊഹവാൻ പ്രതിഭാനവാൻ. ഊഹവാൻ എന്ന് പറഞ്ഞാൽ തർക്കവാൻ, ഊഹിച്ചെടുക്കുക എന്നുള്ളത് നമുക്കിതിൻ്റെ നിഗൂഢ വിഷയാന് അഭ്യൂഹിതും യോഗ്യ, നിഗൂഢ വിഷയങ്ങളെ ഊഹിച്ച് പറയുന്നതിൽ യോഗ്യനായിട്ടുള്ള ആളാണ്. അതാണ് ഊഹം. പ്രതിഭാനവാൻ എന്ന് വെച്ചാൽ വസ്തുതത്വ ഗ്രഹണസമർത്ഥ. പ്രതിഭ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. പ്രതിഭാനവാൻ, കവികളുടെ കഴിവിന് പ്രതിഭ എന്നാണ് പറയുക. ഒരു
ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബുദ്ധി എന്നർത്ഥം. അപ്പം അതുള്ള ആളാണ്. പിന്നെ വസ്തുതത്വ അവബോധ സമർത്ഥ ഇതൊക്കെ അറിയുന്ന ആളാണ്. വസ്തുതത്വമൊക്കെ അറിയുന്ന ആളാണ്. പിന്നെ ഗ്രന്ഥസ്യ ആശു വക്രതാച, ഗ്രന്ഥങ്ങളുടെ ആശു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ഗ്രന്ഥസ്യ സാരാംശം ശീഘ്രം ബോധയിതാച, വേഗത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. ഗ്രന്ഥസ്യ ആശു വക്രതാച, ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്താൽ അത് എന്താണ് സാരാംശം തന്നെ സാരാംശം അദ്ദേഹത്തിന് വേഗത്തിൽ മനസ്സിലാവും. അതേപോലെ അദ്ദേഹത്തിന് വേഗം പറഞ്ഞു തരാൻ പറ്റും. അങ്ങനത്തെ ആളാണ് പണ്ഡിത ഉച്യത എന്നർത്ഥം. ഇവിടെ പറയുന്നു പ്രാമാണിക ഗ്രന്ഥാനാം മർമ്മപ്രകാശന കുശലശ്ച ഭവതി സ പണ്ഡിത ഏവ. പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ മർമ്മപ്രകാശന കുശലശ്ച, അതിന് എന്താണ് അതിൻ്റെ കാതലായിട്ടുള്ള തത്വം എന്ന് പ്രകാശിപ്പിക്കാനുള്ള സാമർഥ്യം ഉള്ള ആളാണ് പണ്ഡിതൻ എന്ന് പറയുന്നു. പിന്നെ ശ്രുതം പ്രജ്ഞാനുഗം യസ്യ പ്രജ്ഞാചൈവ ശ്രുതാനുഗ അസംഭിന്ന ആര്യമര്യാദ പണ്ഡിതാഖ്യം ലഭയത സ. യസ്യ ശ്രുതം പ്രജ്ഞാനുഗം, യാതൊരാളുടെ ശ്രുതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പ് വിജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞാനം. പ്രജ്ഞാനുഗം ബുദ്ധി, പ്രജ്ഞാനുഗം പ്രജ്ഞയെ അനുസരിക്കുന്ന ശാസ്ത്രജ്ഞാനം. യസ്യ ശ്രുതം പ്രജ്ഞാനുഗം, യാതൊരാളുടെ പഠിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയെ അനുഗമിക്കുന്നുവോ, പ്രജ്ഞേൻ്റെ പിന്നാലെയാണ് ശാസ്ത്രജ്ഞാനം. പ്രജ്ഞാച ശ്രുതാനുഗായവ, ബുദ്ധിയാണെങ്കിലോ അത് ശാസ്ത്രാനുസാരിയാണ്. ശ്രുതാനുഗ ഏവ, അതിന് അപ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കാത്ത ആളാണ് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞാനം അദ്ദേഹത്തിൻ്റെ ബുദ്ധിനെ അനുസരിക്കുന്നതാണ്. ബുദ്ധിയാണെങ്കിൽ ശാസ്ത്രത്തിനനുസരിക്കുന്ന ബുദ്ധിയാണ്. പിന്നെയോ അസംഭിന്ന ആര്യമര്യാദ, സത്പുരുഷന്മാരുടെ ആചാരമര്യാദകളൊക്കെ തന്നെ അദ്ദേഹം അനുല്ലംഘയൻ. അസംഭിന്ന ആര്യമര്യാദ, ആര്യന്മാരോട് തന്നെക്കാളും പ്രായമുള്ള ആൾക്കാരോടും സത്പുരുഷന്മാരോടൊക്കെ പെരുമാറുന്ന മര്യാദയുണ്ട്. അത് അസംഭിന്നമായിട്ടുള്ള ആളാണ്. അത് അത് ഭിന്നിച്ചു പോവാത്ത ആളാണ്. ആന്ന് ചേർത്താൽ ആന്ന് ചേർത്താൽ അതിൻ്റെ വിപരീതാർത്ഥമാണ്. സംഭിന്ന മര്യാദയൊക്കെ മര്യാദ വഴികൾ, ആചാരമര്യാദയൊക്കെ ലംഘിച്ചു പോകുന്നത് ഭിന്ന മര്യാദ, അല്ലെങ്കിൽ സംഭിന്ന മര്യാദ. അസംഭിന്ന മര്യാദ ആണ്. അതൊന്നും ആര്യന്മാരുടെ ആചാരമര്യാദകളൊന്നും ലംഘിക്കാണ്ട് പോകുന്ന ആളാണ്. അതൊക്കെ എന്താ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചാൽ അത് അതേപോലെ ചെയ്യുന്ന ആളാണ്. സ പണ്ഡിതാഖ്യം ലഭയത, അദ്ദേഹം പണ്ഡിതൻ എന്ന പേര് ലഭിക്കുന്നവനായിരിക്കും. പണ്ഡിത ഇത് സംജ്ഞാം ആപ്നുയാം, അത് വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സ പണ്ഡിത ഉച്ചതയെന്ന് തന്നെ വേറൊരു അർത്ഥം. സ പണ്ഡിതാഖ്യം, ആഖ്യ എന്ന് പറഞ്ഞാൽ പേര് എന്നർത്ഥം. അയാൾക്കാണ് പണ്ഡിതൻ എന്നുള്ള പേര് ചേരുക എന്നർത്ഥം. അത് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് യൂണിറ്റ് 1 എന്നുള്ള ഭാഗമാണ്. 34 ശ്ലോകം കഴിഞ്ഞു. ഇനി പറയേണ്ട പേജ് 51-ലാണ്. ഇവിടെ മൂഢ അകർമ്മണ അർത്ഥാനം പ്രാപ്തുമിച്ഛന്തി. ഇനി ഇവിടെ ഈ മൂഢന്മാരെ കാര്യമാണ് പറയുന്നത്. ബുദ്ധി നേരെ ആവാത്ത ആളുകൾ. മൂഢ അകർമ്മണ അർത്ഥാനം പ്രാപ്തുമിച്ഛന്തി. മൂഢന്മാരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അകർമ്മണ, യാതൊരു പണിയും എടുക്കാണ്ട് അർത്ഥാനം പ്രാപ്തുമിച്ഛന്തി, അർത്ഥങ്ങളെ ധനങ്ങളൊക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അശ്രുതശ്ച സമുന്നത്തോ ദരിദ്രശ്ച മഹാമനാഹ അർത്ഥാശ്ചാകർമ്മണ പ്രയേത്സുർമൂഢ ഇത്യുച്യതേ ബുധൈ.
അശ്രുത, അവനക്ക് പഠിപ്പുണ്ടാവില്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ പഠിപ്പ് എന്നർത്ഥമാണ്. അശ്രുത, യാതൊരു പഠിപ്പും ഉണ്ടാവില്ല. സമുന്നത, അഹങ്കാരം നല്ലോണം ഉണ്ടാവും. ഇത് സമുന്ന സമുന്നത, ഉന്നത, നഥ എന്ന് സാധാരണ പറഞ്ഞാൽ നമസ്കരിച്ച ആൾ. ഉന്നത എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർച്ചയിലേക്ക് തല പിടിക്കുന്ന ആൾ. വല്ല അഹങ്കാരത്തിൽ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പോകുന്ന ആൾ. സമ്യക് ഉന്നതനായുള്ള ആൾ എന്ന് വെച്ചാൽ നല്ലോണം അഹങ്കാരമുള്ള ആളാണ്. ദരിദ്ര, അതേപോലെ ദരിദ്രനാണെന്നും പറയാം. ഇവർ 3 പേരും അശ്രുത, സമുന്നത, ദരിദ്ര ച അകർമ്മണ അർത്ഥാൻ പ്രേത്സു ച ബുധൈ മൂഢ ഇതി ഉച്യതയെന്ന് പറയും. ഇവരൊക്കെയാണ് മൂഢന്മാരെന്ന് പറയാം. ഏത്? അശ്രുതൻ, പഠിപ്പില്ലാത്തവൻ, അഹങ്കാരമുള്ളയാൾ, ദരിദ്രനായിട്ടുള്ളയാൾ, ദുരഭിമാനം ഉള്ളയാൾ, അസമ്പന്ന ച മഹാമനാഹ, ദുരഭിമാനവാൻ, സമ്പത്തൊന്നുമില്ലെങ്കിൽ താൻ വലിയ ആളാണെന്നുള്ള വിചാരം, ദുരഭിമാനമുള്ളയാൾ, അതാണ് ദരിദ്രൻ എന്നുള്ളതിൻ്റെ ഒക്കെ അർത്ഥം. അകർമ്മണ അർത്ഥാൻ പ്രേപ്സുച്ച, യാതൊരു കർമ്മവും ചെയ്യാണ്ട് അർത്ഥങ്ങളെയും പണവും പൈസയൊക്കെ വേണം, പണവും സ്വർണ്ണമൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. പ്രേപ്സു എന്ന് പറഞ്ഞാൽ പ്രാപ്തും ഇച്ഛു, അതൊക്കെ വേണം എന്ന് വിചാരമുള്ള ആളാണ്. ബുധൈ മൂഢ ഇതി ഉച്യത, അങ്ങനെയുള്ള ആളുകളാണ് ബുധന്മാരാൽ മൂഢൻ എന്ന് പറയപ്പെടുന്നത്. ബുധൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, മൂഢൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി.